വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാധു ക്രിയേറ്റീവ്സ്. അപ്പോൾ ഞാൻ ആക്ച്വലി 2 ദിവസം ലോങ് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് ടൈമിംഗ് ഒന്ന് ഷോർട്ട് ആക്കേണ്ട ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ജസ്റ്റ് ചിറ്റാറ്റ് അല്ല, നോർമലായിട്ടുള്ളൊരു ടോക്കാണ്. അതായത് എന്താ പറയുക, അതായത് ഞാൻ ആക്ച്വലി ഒരു ലോങ് വീഡിയോയുടെ പ്ലാനിങ്ങിൽ നിന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതായത് ഇതിൽ ഷോർട്ട് ടൈമിലാണ് വീഡിയോ ചെയ്യാൻ കിട്ടുന്നുള്ളൂ. കാരണം മിക്കവാറും ബാക്കിയുള്ള ടൈമിൽ എനിക്ക് എക്സ്ട്രാ വർക്കും റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സജഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, സജഷൻസ് എന്തെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ബട്ട് സജഷൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് രാവിലെ ഒരു 6 o'clock അതായത് എണിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എണിച്ച് പിന്നെ കുറച്ച് ടൈം, അതായത് നമ്മൾ ഒരു ഡെയിലി ഹാബിറ്റ്സ് ഉണ്ടാവുമല്ലോ, അതെല്ലാം കഴിഞ്ഞ് വന്ന് കിച്ചൺ വർക്ക്സ്, കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഇട്ട വീഡിയോയിൽ ലൈറ്റിങ്ങിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഞാൻ ഒന്നുകൂടി ഇത് ഇട്ട് പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ അത് പോരാതെ ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ഫെബ്രുവരിയിൽ ഭയങ്കര, ഐ തിങ്ക് February 6 or 7, ഇന്നത്തെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഞാൻ പറയുന്നു ഭയങ്കര ചൂട് കൂടുതലാണ്. പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ എണിച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പോൾ ശരീരത്തിന് ഒരു ഉന്മേഷം വരുന്നത്, നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ വെള്ളം വെക്കുമ്പോൾ വീട്ടിൽ കുറച്ച് കൂടുതലായിട്ട് വെക്കുക. അപ്പോൾ കൂടുതലായിട്ട് വെക്കുമ്പോൾ ഒരു വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എല്ലാവർക്കും പറ്റുന്ന പോലെ കൂടുതലായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റില്ല പറയും. ഇതുപോലെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാതെ പെട്ടെന്നൊന്നും ആരോഗ്യം ഉണ്ടാവണം, നമുക്ക് പെട്ടെന്നൊന്നും ഡെവലപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റണമെന്നൊന്നുമില്ല. അത് നമ്മൾ ഗ്രാജുവലി അത് ട്രൈ ചെയ്യുന്നതാട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ ഞാൻ അത്ര കാര്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഒരു മോർണിംഗ് റൊട്ടീൻ പ്രോപ്പറായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് എനിക്ക് ചില ടൈമിൽ ഞാൻ പെർമനന്റ് ആയിട്ടൊരു ടൈമിൽ ഞാൻ എണിക്കണം എന്നില്ല. കാരണം എനിക്ക് ഓരോ സമയത്തും ഓരോ ടൈമിലാണ് ഞാൻ എണിക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അത് ഒരു ഹാബിറ്റ് ഡെവലപ്മെന്റിൽ വരുന്ന കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു ടൈം വെച്ചാൽ കറക്റ്റ് അത് മാക്സിമം എണിക്കാൻ ശ്രമിക്കുക. അത് പറ്റുന്ന പോലെ, അതായത് ഭയങ്കരമായിട്ട് ഓവറായി റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ തന്നെ അഫക്ട് ചെയ്യും. അപ്പൊ പറ്റുന്ന പോലെ എണിക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ വന്നിട്ട് നൂൺ ടൈം ആകുമ്പോൾ ഫുഡ് നന്നായി കഴിക്കുക. അതായത് നമ്മൾ ഒരു ദിവസത്തിൽ 3 meals എന്ന് പറയാം. അതായത് നമ്മൾ രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചയ്ക്ക് സാധാരണക്കാരനെ പോലെ കഴിക്കണം, വൈകിട്ട് പാവപ്പെട്ടവരെ പോലെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പണ്ടുള്ളവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഒരു ദിവസത്തെ 3 meal നമ്മൾ പ്രോപ്പറായിട്ട് സ്കിപ്പ് ചെയ്യാതെ കഴിക്കുക. അതായത് നമ്മുടെ അതായത് ക്ലൈമറ്റ് ഇപ്പോൾ ചൂടായതുകൊണ്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. പിന്നെ അത് പോരാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ്. ഇപ്പൊ ഞാനൊരു ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. അതായത് നമുക്കൊരു യൂട്യൂബിന് ഒരു അൽഗോരിതം ഉണ്ട്. അതായത് ഇപ്പൊ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അതിന്റെ ആ അൽഗോരിതം അനുസരിച്ചിട്ട് എനിക്ക് കുറച്ച് അതേ സെയിം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കാണാം. അപ്പൊ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാം. അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കാം, അതായത് എത്രത്തോളം യൂസ്ഫുൾ ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും, അതായത് ഞാനിപ്പോ രാവിലെ എണിച്ച് കിച്ചണിൽ ഒരു ടാസ്ക് ചെയ്യണം, ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് പറയണം. ജസ്റ്റ് ക്ലീനിങ് ചെയ്യുന്നു, പ്ലേറ്റ്സ് വാഷ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ കറി വെക്കുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, ബേസിക് ആയിട്ട് ഒരു കുക്കിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നമ്മൾ ചായ അല്ലെങ്കിൽ കാപ്പി അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വെക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കഴിയുമ്പോൾ, ഈ ടാസ്ക് കഴിയുമ്പോൾ നമുക്ക് നോർമലി നമ്മുടെ ബോഡി ടയേർഡ് ആവും. അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇരിക്കുന്ന ഏരിയയിൽ ഒരു ക്ലൈമറ്റുമായിട്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അഡാപ്റ്റ് ആവാനായിട്ടില്ല. അപ്പൊ അത് കുറച്ച് എൻ്റെ ശരീരത്തിലോട്ട് പിടിക്കുമ്പോൾ ഒരു ടൈമിങ് കുറച്ച് കൂടുതലായിട്ട് വരും. ടൈമിങ് ഇൻ ദ സെൻസ് അത് കുറച്ച് സമയമെടുക്കും എനിക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയിൽ എന്ത് ചെയ്യണം, ചെറിയ ബ്രേക്ക് എടുക്കുക. ഒറ്റയടിക്ക് എല്ലാം ചെയ്യണ്ട, നമ്മൾ ബ്രേക്ക് എടുത്ത് വേണം എല്ലാം ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ടു ഡു ലിസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഇപ്പൊ ടു ഡു ലിസ്റ്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു രാവിലത്തെ കുറച്ച് മോർണിംഗ് റൊട്ടീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ
നമുക്ക് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ ഇത് ഗ്രാജുവലി ഒരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യും. ഹാബിറ്റായിട്ട് ഫോം ചെയ്യുമ്പോൾ അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ട് മാറും കേട്ടോ. പിന്നെ ഇന്ന് എന്നെ ആക്ച്വലി എന്താണ് സ്മൈൽ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാൻ തന്നെയാണ് എന്നെ സ്മൈൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത് കേട്ടോ. കാരണം നമ്മൾ എത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് എന്തൊരു കാര്യം ചെയ്യുന്നു അത് തന്നെ നമ്മളെ സ്വാർത്ഥരാക്കാതെ നിസ്വാർത്ഥരായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് ഞാനൊരു കാര്യം വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കോണ്ടന്റ് ക്രിയേഷനിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ, ഒരു ബുക്ക്, അതായത് ബുക്ക് എടുത്ത് വെക്കുക. അതായത് നമ്മൾ സ്ക്രിപ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് ആദ്യം പറ്റുന്ന മിസ്റ്റേക്ക് അതായിരുന്നു, സ്ക്രിപ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നില്ല. നമ്മൾ ചെയ്യുന്ന കോണ്ടന്റിനെ കുറിച്ചിട്ട് സ്ക്രിപ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. താങ്ക്